ജീവിതത്തിൽ നിന്നും ഇറക്കി വിടേണ്ട ചില മനുഷ്യരുണ്ട്. ജീവിതത്തിൻ്റെ പല സ്റ്റേജിലും പുതിയ ചില മനുഷ്യർ കടന്നു വരാറില്ലേ? നിർവചിക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായ ഒരുപാട് ബന്ധങ്ങൾ പങ്കുവെക്കുന്നവർ. ഇങ്ങനെ സന്തോഷത്തോടെ മനുഷ്യരെ ജീവിതത്തോട് ചേർക്കുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ ചുറ്റുമുള്ള മറ്റു ചിലരെ ഇറക്കി വിടാൻ കൂടെ പഠിക്കേണ്ടതുണ്ട്. എനിക്ക് ഇയാളെ വേണ്ട എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് നിങ്ങൾ ആരെയെങ്കിലും ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരിൽ നിന്നും ഇറങ്ങിപ്പോന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഞാനിപ്പോൾ മനഃപൂർവ്വം ആലോചിച്ച് തീരുമാനമെടുത്ത് ചിലരിൽ നിന്നും മാറി നടക്കാറുണ്ട്. പറയുന്നത് പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല, സുഹൃത്തുക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ കൂടിയാണ്. നമ്മൾ ആരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നു, നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ആരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നുവെന്നും നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി മുറിയും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാറില്ലേ? അതേ ക്ലീനിങ് പ്രോസസ്സ് ജീവിതത്തിൽ ചുറ്റുമുള്ള ആളുകളെ നിലനിർത്തുന്നതിലും കാണിക്കണം. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പോകുന്ന എല്ലായിടത്തും ആരെങ്കിലും കാണും. എൻ്റേതെന്ന് കരുതി ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കും, കൂടെ നിർത്തും. ഇങ്ങനെ ഒരു ബന്ധം നമ്മൾ ഒരാളുമായി ഉണ്ടാക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റം നല്ലതല്ലെങ്കിൽ സ്വാഭാവികമായും നമ്മളെ അത് വേദനിപ്പിക്കും. അവർ നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോൾ, കൂടെ നിൽക്കാതെ വരുമ്പോൾ ആ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ കണ്ണ് നിറയും. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ നിങ്ങളുടെ സൗഹൃദത്തിന് അർഹതയുള്ളവരാണോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വളർച്ചയിൽ, നിങ്ങളുടെ തളർച്ചയിൽ അവർക്ക് എന്തൊക്കെ പങ്കുണ്ടെന്ന്? വാട്സപ്പിലെ ബർത്ത്ഡേ വിഷിനും സ്റ്റോറിക്കും ഫോട്ടോസിനും അപ്പുറം എന്തെങ്കിലും ആത്മാർത്ഥമായ ബന്ധം ആ വ്യക്തി നിങ്ങളുമായി പങ്കിടുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം സ്നേഹത്തോടെ സമീപിച്ച് അത് കഴിയുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നവരാണോ എന്നൊക്കെ ഇടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാവും. ബന്ധങ്ങൾ ഏതായാലും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹവും പരിഗണനയും ബഹുമാനവും ഒക്കെ തിരിച്ചും കിട്ടേണ്ടതാണ്. എനിക്കൊരു സന്തോഷം വരുമ്പോൾ അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാത്ത, എൻ്റെ കണ്ണ് നിറയുമ്പോൾ വേദനിക്കാത്ത ഒരാളെ എങ്ങനെയാണ് ഞാൻ പ്രിയപ്പെട്ടതെന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് അവരെ കൂടെ നിർത്തേണ്ടത്? നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും അടിപൊളിയാവുന്നത് അത് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുമ്പോഴാണ്. അതേ സന്തോഷം അവരും അനുഭവിക്കുമ്പോഴാണ്. അതൊന്നുമില്ലാതെ കോണ്ടാക്ട് ലിസ്റ്റിൽ സ്മൈലിയും ഹാർട്ട് ഇമോജും ഒക്കെ അയച്ച് എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ കൊണ്ടു നടക്കുന്ന ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നെല്ലാം പതിയെ ഇറങ്ങി വരികയാണ്. എത്ര പേർ ഉണ്ടെന്നതിലല്ല, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനം. കേൾക്കുമ്പോൾ ചിലപ്പോൾ റൂഡൊക്കെ ആയി തോന്നും. എങ്കിലും ഒരു തരത്തിലും നമ്മളിൽ ഹാപ്പി അല്ലാത്ത ചിലരിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അവരെന്ത് വിചാരിക്കുമെന്നും ചിന്തിക്കരുത്. കാരണം അവർ പലതും വിചാരിക്കാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നേ തോന്നാവുള്ളൂ. അവർ നമ്മളെക്കുറിച്ച് അറിയണമെന്നോ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണമെന്നോ ഒരു താല്പര്യവും ഇല്ലാത്ത വിധം ഒരാളെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാനുള്ള പ്രാവീണ്യം ഇതിനോടകം നമ്മൾ നേടിയെടുക്കണം. ആദ്യമൊക്കെ ചെറിയ വിഷമം കാണും. പക്ഷെ ഇങ്ങനെയുള്ള ഇറങ്ങിവരവുകൾക്കൊടുവിൽ നിങ്ങൾക്ക് ചുറ്റും ശേഷിക്കുന്ന ചില മനുഷ്യരില്ലേ, നമ്മെ അത്രമേൽ ചേർത്ത് പിടിക്കുന്ന ചിലർ. അതിപ്പോൾ ഒരാളായാൽ പോലും അത് മതിയടോ. നമുക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ അത് മതിയെന്നേ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചില ഇറക്കിവിടലുകളും ഇറങ്ങിവരലുകളും ശീലമാക്കിയെടുക്കുക. ചുറ്റുപാടുകളാണ് നമ്മെ എല്ലാം വളർത്തുന്നതും തളർത്തുന്നതും. വളരണോ തളരണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.